ആ പിന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ ഓൺലൈനിലാണല്ലോ. അപ്പൊ ആദ്യം വേണ്ടത് ഈ ലാപ്ടോപ്പിൽ ആനന്ദിന്റെ ഫോട്ടോ വെച്ച് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. എന്നിട്ട് വധുവിന് ആവശ്യമുണ്ടെന്നൊരു പരസ്യം കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ നിന്റെ ഫോൺ നമ്പരാ ഞാൻ കൊടുത്തിരിക്കുന്നെ. അല്ല, നിന്റെ ഫോൺ എവിടെ? അതിൽ മെസ്സേജ് വല്ലതും വന്നൊന്ന് നോക്കിയേ. ആഹാ, ദാ മെസ്സേജ് വന്നല്ലോ. ഓ, അവരുടെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണോന്ന്. ഞാൻ അടച്ചോളാം. ദേ ആയി. മാട്രിമോണിയിൽ നിന്നാണ് തോന്നുന്നു. ഞാൻ സംസാരിക്കാം. ഹലോ. ആ ഓക്കെ. ഓഹോ, പിന്നെന്താ? ശരി ശരി, താങ്ക് യു. എൻക്വയറികൾ ഏറെ ഉണ്ടെന്ന്. നമുക്ക് ചെക്ക് ചെയ്താലോ കല്യാണി? നീ വന്നിവിടെ ഇരിക്കും. വാ വാ ഇരിക്കും. ഇത് നോക്കാം. ഇത് കൊള്ളല്ലേ? മണിമംഗലം തറവാട്ടുകാരാ. തൃച്ചംബരമായിട്ട് യോജിക്കും. വിളിക്കല്ലേ? മാഡം വിളിക്കേ. തറവാടത്തുള്ളവർ സംസാരിക്കുന്നല്ലേ നല്ലത്. അതാണ്. ഹലോ, ഇത് മണിമംഗലം തറവാടല്ലേ? അതെ. മാട്രിമോണിയലിൽ എൻക്വയറി കണ്ട് വിളിച്ചതാ. തൃച്ചംബരത്ത് നിന്നാ. തൃച്ചംബരത്ത് നിന്നോ? അതെ, എന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ തൃച്ചംബരത്ത് വിലാസിനിയാ സംസാരിക്കുന്നത്. തൃച്ചംബരത്ത് നിന്ന് കല്യാണാലോചനകൾ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യല്ലേ? അല്ല, അവിടെ ഇനി ആർക്കാ കല്യാണം? അഖിലാണ്ടേശ്വരിയുടെ 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞതല്ലേ? അത് തൃച്ചംബരത്ത് മൂത്ത മകൻ ആനന്ദകൃഷ്ണന് വേണ്ടിട്ടാ. അതിന് ആനന്ദകൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയെ. അതെ, അതിനൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ വിവാഹമോചനത്തിൽ എത്തിയ ശേഷ ഇക്കാര്യം ആലോചിക്കുന്നത്. അല്ല, നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാലോ. സോറി മാഡം, ഞങ്ങൾക്ക് ഈ ഒരൊറ്റ മോളേ ഉള്ളൂ. അതിനെ ഒരു 2ാം കെട്ടുകാരന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാൻ താല്പര്യമില്ല. വെരി സോറി. ഹലോ. എന്താ മാഡം, മണിമംഗലം തറവാട്ടുകാര് സമ്മതിച്ചോ? ഓ ഇല്ലെന്നേ, 2ാം കെട്ടുകാരനെ വേണ്ടെന്ന്. പോവാൻ പറ, നമുക്ക് വേറെ നോക്കാം. മണിമംഗലത്തേക്കാൾ വലിയ തറവാട് ഈ കൂട്ടത്തിൽ കാണും. നോക്കാം. ദേ, ഇത് നോക്കി വിളിച്ചു നോക്കാല്ലേ? ഹലോ, തൃച്ചംബരത്ത് നിന്ന് വിലാസിനിയാണ്. കണ്ടോ?
ശരി. എന്താ മാഡം? അവരീ പരസ്യം കണ്ടുപോലും. രണ്ടാം കെട്ടുകാരന് തരാൻ അവിടെയും പെണ്ണില്ലാന്ന്. തറവാട്ടുകാരും രണ്ടാം കെട്ടുകാരന് പെണ്ണ് തരില്ല എന്നാ തോന്നുന്നു. എന്ത് ചെയ്യും? പ്രിയങ്ക, ചേട്ടാ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വരികയാണല്ലോ പ്രിയങ്ക. എന്താ ചേട്ടാ? തൃച്ചംബരത്ത് ആനന്ദിന്റെ കല്യാണാലോചന ദ്രുതഗതിയിൽ നടക്കുകയാണല്ലോ. അല്ല, നിനക്കെന്താ പ്രിയങ്ക ആ കാര്യം കേട്ടിട്ട് ഒരു സന്തോഷമില്ലാത്തത്? അതിൽ സന്തോഷിക്കേണ്ടതൊന്നുമില്ലല്ലോ ചേട്ടാ. ആ കല്യാണം നടക്കാൻ പാടില്ല. കല്യാണം നടക്കാൻ പാടില്ലെന്നോ? നീ എന്ത് വിഡിത്തമായി പറയുന്നത്? നിന്റെ ഒന്നാമത്തെ ശത്രു കല്യാണിയാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ? അങ്ങനെ ഒരു മുഖ്യ ശത്രു എന്നേക്കുമായിട്ട് തൃച്ചംബരത്തുനിന്ന് പുറത്താവുമ്പോ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? വിവാഹമോചനം നടത്തി കല്യാണി തൃച്ചംബരം വിട്ടുപോയാ കല്യാണിക്കൊരു താൽക്കാലിക ദുഃഖം ഉണ്ടാവുന്നുള്ളത് സത്യമാണ്. അതേ ദുഃഖം ആനന്ദിനും ഉണ്ടായേക്കാം. പക്ഷേ ആനന്ദിനൊരു പുതിയ കല്യാണം നടന്നാലോ? അത് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, ഉന്നത കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് വന്ന അഖിലയുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതോടെ തൃച്ചംബരത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതുണ്ടാവാൻ പാടില്ല. കല്യാണി എന്ന ഒറ്റ ശത്രുവിന്റെ നാശം മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അത് തൃച്ചംബരത്തിന്റെ സർവനാശമാണ്. ആ നാശം കാണാതെ നാഗമഠത്തെ സഹോദരി അടങ്ങില്ല. സത്യമാണ്. അത്രയേറെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അഖില നാഗമഠത്തെ സഹോദരിമാരെ. ആ മുറിവുകൾ അങ്ങനെ ഉണങ്ങില്ല. അതുണങ്ങണമെങ്കിൽ തൃച്ചംബരം തറവാടിന്റെ അവസാനത്തെ തൂണും നിലം പതിക്കണം. അടിത്തറയിലെ അവസാനത്തെ കല്ലും കടലെടുക്കണം. അഖിലയുടെ ഉദകക്രിയ ചെയ്യാൻ ഒരാൺതരി പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഈ പകയും പ്രതികാരവും ഒരിക്കലും കെട്ടടങ്ങില്ല ചേട്ടാ. അത് തൃച്ചംബരം എന്ന വീട്ടുപേരിനെ പോലും കടപുഴക്കി എറിഞ്ഞാലേ അവസാനിക്കൂ. ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഞാൻ ജീവിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്റെ ജന്മദൌത്യം തന്നെ അതിനുവേണ്ടിയാ. വിലാസിന് ആന്റി ആണല്ലോ. ഹലോ ആന്റി. പ്രിയങ്കേ, എന്തായി ആന്റി? വിവാഹാലോചനയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്റെ നേതൃത്വത്തിൽ ഞാനും കല്യാണിയും കൂടിയ കല്യാണാലോചനകൾ നടത്തിയത്. എന്നിട്ട് എന്തായി? വിവാഹം ഉറപ്പിച്ചോ? എവിടെ? തൃച്ചംബരത്തേക്കല്ലേ പെണ്ണ് വേണ്ടത്. കുലീനത, അന്തസ്, പാരമ്പര്യം, സമ്പത്ത്, അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും നോക്കണ്ടേ? വലിയ തറവാട്ടിന്നല്ലേ പെണ്ണിനെ ആലോചിക്കാൻ പറ്റൂ. തീർച്ചയായും. അങ്ങനെ വല്ല ആലോചനകളും ഒത്തുവന്നോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല. തറവാടുകളിൽ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്. അവർക്കാർക്കും ഒരു രണ്ടാം കെട്ടുകാരനെ വേണ്ടാന്ന്. ഇവളെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്താക്കാനുള്ള ആ അവസരവും പാഴായിപ്പോയി.
ഇനി എന്താ ചെയ്യുന്ന എനിക്കറിയില്ല. ആ ശരി, നീ ഫോൺ വെച്ച. എന്താ പ്രിയങ്ക? നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല. ആനന്ദിന്റെ ഭാര്യയായി തന്നെ കല്യാണി തുടരണം. എന്നാലേ അഖിലയ്ക്കും തൃച്ചംബരത്തിനും സമാധാനക്കേടുണ്ടാവും. തൃച്ചംബരം എന്നും പുകഞ്ഞുകൊണ്ടിരിക്കണം, ഒരഗ്നിപർവ്വതം പോലെ. മാഡം, ചായ അവിടെ വെച്ചേക്കൂ. ആന്റി, നിനക്കിന്ന് കമ്പനി പോണ്ടേ? സമയം വൈകിയല്ലോ. പോണോ ആന്റി? എന്നാ ഇറങ്ങിക്കോ. അല്ല മാം, എനിക്ക് അമ്മയുടെ ഒന്ന്. സംസാരമൊക്കെ പിന്നീട്. ആദ്യം അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ നോക്ക്. ഇപ്പൊ തന്നെ നോക്കേണ്ട ഫയലുകളൊക്കെ കുന്നുകൂടി കിടക്കുക. ഈ മാസത്തെ ശമ്പളം കൊടുക്കുന്നത് ഒരു ദിവസം വൈകിയെന്ന് കേട്ടല്ലോ. ആനന്ദ് ഗ്രൂപ്പിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അതല്ല അമ്മ, എനിക്കൊന്ന് പറയാനുള്ളത്. അരവിന്ദ്, നീ ഇപ്പൊ തന്നെ വൈകിട്ടുണ്ട്. ആരാ ഇത്? സഹദേവനോ? വരൂ. ഒന്ന് ഫോൺ ചെയ്ത് പോലും പറയാതെയാണല്ലോ വരവ്. എന്താ പെട്ടെന്നുള്ള ഈ വരവ്? ഏട്ടത്തി, എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, വലിയ വലിയ വിശേഷങ്ങൾ നടക്കുന്നത് ഇവിടെയല്ലേ. അതിനിടെ വരുന്ന കാര്യമൊന്നും വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. ഈശ്വര, സഹദേവനങ്ങൾ ഇന്ന് ആന്റിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഏതായാലും വന്നത് കറക്റ്റ് സമയത്താ. ആ സമയത്ത് നീ കൂടി ഉണ്ടല്ലോ, സന്തോഷം. കൃഷ്ണേട്ടന് 2 ദിവസം മുന്നേ ഒരു വയ്യായിക വന്നു. അറിഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഏട്ടത്തി എന്റെ വരവ്. തൃച്ചംബരം അന്ധവിശ്വാസം കൂടെ കൂടാരോണെന്നറിയാം. എന്നാലും ഇത്രയ്ക്ക് അധപ്പതിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോ സഹദേവൻ സ്വയം വന്നതല്ല, വരുത്തിയതാണെന്നർത്ഥം. ആരാണ് സഹദേവന്റെ ഈ അവതരിക്കലിന് പിന്നിൽ? പറയണം. എനിക്ക് താലി കെട്ടിയ എന്റെ ഭർത്താവോ, ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മക്കളോ, അതോ MBA ഗോൾഡ് മെഡലിസ്റ്റായ എന്റെ ഈ മരുമകളോ? അതാരും ആയിക്കൊള്ളട്ടെ. എന്നു മുതലേ ഏട്ടത്തി തൃച്ചംബരത്തെ മക്കളെ കൊണ്ട് ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോ രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചു തുടങ്ങിയത്? തൃച്ചംബരം തറവാടിന്റെ ഏത് പാരമ്പര്യ പ്രമാണങ്ങളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ക്രോസ് വിസ്താരത്തിനൊക്കെ സമയം ഒരുക്കാം. ഇപ്പൊ നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്ക. എന്റെ വരവിന്റെ ഉദ്ദേശം വിശ്രമമല്ല ഏട്ടത്തി.
പിന്നെ തൃച്ചംബരത്തെ മൂത്ത പുത്രന് ഏട്ടത്തി പുതിയ കല്യാണം നോക്കാന്നറിഞ്ഞു. എന്നാ പിന്നെ ഈ നിൽക്കുന്നവനോട് ഒരു കല്യാണം നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. ഇളയച്ചൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ അത്. നീ അതിന് തയ്യാറല്ലേ അരവിന്ദ്? നിർത്ത്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മരപ്പാവാളായിട്ടല്ലല്ലോ മക്കളെ വളർത്തിയത്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എന്നാൽ ഇപ്പൊ നിന്റെയൊക്കെ നാവ് തളർന്നുപോയോ? എവിടെ ഈ വീട്ടിലെ ശ്രീരാമചന്ദ്രൻ, ആനന്ദ്? ബ്രോ ഇപ്പൊ ഇവിടെ ഇല്ല. പറ്റാത്ത കാര്യം പറ്റില്ലെന്ന് ആരുടെ മുന്നിലും തലയുയർത്തി നിന്ന് പറയാൻ കഴിയണം. അതിനുള്ള ആർജവം വേണം ആണുങ്ങളായ. ഇതിനൊക്കെ മാത്രം എന്ത് തെറ്റാ ഏട്ടത്തി കല്യാണം ചെയ്തത്? മതി, നിർത്ത്. എന്നു മുതലാ തൃച്ചംബരത്തെ സഹദേവന് സ്വന്തം കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം അടുക്കളക്കാരി കല്യാണിയോട് തോന്നി തുടങ്ങിയത്? എന്നു മുതലാ സ്വന്തം ഏട്ടന്റെ ജീവനേക്കാൾ കല്യാണിയുടെ ഭാവിക്ക് നീ വില കൊടുത്തു തുടങ്ങിയത്? ഏട്ടത്തി, നോ, മതി. കൈവിട. ജയന്തി, എന്താ സഹദേവനങ്ങളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയുടെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം. നിന്റെ ആന്റി എവിടെ? തൃച്ചംബരത്തെ വിലാസിനി. ആന്റി മുകളില് ഇല്ല. എവിടെ പോയെന്നാ ചോദിച്ചത്? അത് ഞാൻ പറയാം, പക്ഷെ എന്നോട് പറയാതെ പോയത്. എന്നാൽ ഈ ആന്റി കൊള്ളാലോ, പകല് പോയതാ. മണി ഇത്രയായിട്ടും വീട്ടിൽ കയറണമെന്നില്ല. ഓ, ചുമ്മാ അല്ല സഹദേവനെങ്കിലും ചൂടാകുന്നേ. ആന്റി, ഞാൻ എത്ര പ്രാവശ്യം ആന്റിന്റെ ഫോണിൽ വിളിച്ചു, ആന്റി എന്താ ഫോൺ എടുക്കാത്തെ? നീ എന്താടി ഞാനൊരു വഴിക്ക് പോകുമ്പോ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. ആന്റി, സഹദേവനങ്ങൾ വന്നിട്ടുണ്ട്. ആ വിവരം പറയാനും ഞാൻ ഫോണിൽ വിളിച്ചോണ്ടിരുന്നത്. അയ്യോ ഈശ്വര, സഹദേവേട്ടൻ വന്നോ? എന്റെ ഈശ്വര, എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തതുമില്ല. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? വരുന്ന കാര്യം എന്നോട് പറഞ്ഞതുമില്ല. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യ പറ. ആന്റി, പിന്നെ അതെ, ഞാൻ എവിടെയാ പോയെന്ന് വല്ലതും ചോദിച്ചോ? ചോദിച്ചോന്നു? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് തല കുനിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ പെട്ടു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്നും അറിയാൻ പാടില്ലല്ലോ. എന്നിട്ട് അങ്ങേരെവിടെ? മുറിയിലുണ്ട്. വന്നപ്പോ മുതൽ അങ്കിള് വലിയ ചൂടില്ല. ഇവിടെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായി. ദൈവമേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താന്ന് പറയടി. ആന്റി അറിയാതെയാണ് സഹദേവനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലേ ഇതൊരു സാധാരണ വരവാണെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? നിമിഷ നേരം കൊണ്ട് സഹദേവനങ്ങൾ ഇങ്ങനെ പറന്നു വരണമെന്നുണ്ടെങ്കിൽ ഇതാരോ വരുത്തിച്ച പോലുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണുന്നവളാണ് ആന്റി എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, ആന്റി ഉദ്ദേശിക്കുന്നത് തന്നെ.
അനിയന് ചേട്ടൻ വരുത്തിച്ചതാ.